Lenora. Lenora is different from others. Years of perfect stitching experience. Lenora linen, cotton cloth and stitching. Pandikad Road, Vandoor. വഴിക്കടവ് പഞ്ചായത്തിലെ മൊക്കരവ തമ്പുരാൻ കുന്ന് കോളനി മൊല്ലപ്പടി റോഡിലെ വെള്ളക്കെട്ട് സമീപത്തെ താമസക്കാർക്കും വഴിയാത്രക്കാർക്കും ദുരിതമാകുന്നു. റോഡരികിൽ ആവശ്യമായ ഓവുചാലില്ലാത്തതിനാൽ താഴ്ന്നു കിടക്കുന്ന ഭാഗത്ത് മഴവെള്ളം കെട്ടിക്കിടക്കുകയാണ്. വെള്ളം റോഡിൽ കെട്ടിക്കിടക്കുന്നത് സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെയുള്ള കാൽനടക്കാരെയും ഇരുചക്രവാഹന യാത്രക്കാരെയും ഒരുപോലെ ബുദ്ധിമുട്ടിക്കുന്നു. വീതി കുറഞ്ഞ റോഡിൽ വാഹനങ്ങൾ വരുമ്പോൾ വെള്ളക്കെട്ട് കാരണം അരികു ചേർന്ന് നിൽക്കാനും കഴിയാത്ത അവസ്ഥയിലാണ് കാൽനട യാത്രക്കാർ. വെള്ളം ഒഴുകിപ്പോകാൻ സൗകര്യമില്ലാത്തതാണ് റോഡിലെ വെള്ളക്കെട്ടിന് പ്രധാന കാരണം. റോഡും കവിഞ്ഞ് സമീപത്തെ വീടുകളിലേക്കും വെള്ളം കയറുന്നുണ്ട്. വീടും പരിസരവും വെള്ളം നിറയുന്നതിനാൽ വീട്ടുകാരും കടുത്ത ദുരിതത്തിലാണ്. റോഡിലെ വെള്ളക്കെട്ട് കാരണം സമീപത്തെ 7ഓളം കിണറുകളിലെ വെള്ളവും ഉപയോഗശൂന്യമായിരിക്കുകയാണ്. മഴക്കാല രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇവിടെ വെള്ളം കെട്ടി നിൽക്കുന്നതുകൊണ്ട് ഔദ്യോഗിക ജനങ്ങൾക്ക് വഴി നടക്കാനും യാത്രക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സ്കൂൾ കുട്ടികൾക്കൊക്കെ. ഇപ്പം മിനിഞ്ഞാന്ന് ഇവിടെ ആരോഗ്യവകുപ്പിൻ്റെ ഒരു നോട്ടീസ് വന്നു. അതാണ് ഞാൻ എൻ്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. എൻ്റെ വീട്ടിലിട്ട് പോയ നോട്ടീസാണ്. ആ ടൈമിലും ഇത് കിണറും ഈ റോഡും ഇതുപോലെ അതിലെ നീന്തി വന്നുകാണ് ആരോഗ്യവകുപ്പ് ഈ നോട്ടീസ് ഇട്ട് പോയത്. അപ്പോൾ അവരാരും ഇതിനെ ശ്രദ്ധിക്കില്ല. ആരോഗ്യവകുപ്പൊക്കെ നമ്മളെ വൈക്കട ആരോഗ്യവകുപ്പൊക്കെ അത്ര മോശപ്പെട്ടതാണെന്നില്ല ഇതിന്മേൽ തെളിവാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഫണ്ട് ഇവിടേക്ക് വന്നു. ഫണ്ട് വന്നപ്പോൾ നമ്മൾ മുല്ലപ്പടി മുതൽ ഇവിടേക്കാണ് അളന്ന് പോയത്. പണിയെടുക്കാൻ വന്നപ്പോൾ നേരെ ഓപ്പോസിറ്റ് സ്ഥലത്താണ് അളവ്. പിന്നെ എഞ്ചിനീയറും ഇവരൊക്കെ എസ്റ്റിമേറ്റ് ഇട്ടത് ഈ സ്ഥലത്താണ്. അപ്പോൾ നാട്ടുകാർ പൊതുവെ തടഞ്ഞു. ഇവിടെയാണ് ഡ്രെയിനേജിൻ്റെ ആവശ്യം. അപ്പോൾ അവർ ഇവിടെ എടുക്കൂല എന്ന് പറഞ്ഞാൽ അവർ ഇട്ടെറിഞ്ഞു പോയി. ഇതിനെ തിരിഞ്ഞു നോക്കാൻ ആരും ഇല്ലാത്തൊരവസ്ഥയാണ് ഇപ്പോൾ നമ്മൾക്കില്ലേ. ഇത് ബുദ്ധിമുട്ട് പെട്ടെന്നൊരു പരിഹാരമാക്കി തരണമെന്ന് അപേക്ഷിക്കുന്നു. വെള്ളക്കെട്ടുള്ള ഭാഗത്ത് കോറി വേസ്റ്റ് നികത്തി റോഡ് ഉയർത്തുകയും വെള്ളം ഒഴുകിപ്പോകാൻ സൗകര്യമൊരുക്കുകയും വേണമെന്ന് കാണിച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, സെക്രട്ടറി ഉൾപ്പെടെയുള്ള അധികൃതരെ അറിയിച്ചിരുന്നുവെങ്കിലും ഇവരുടെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് വാർഡംഗം എം ഷിഹാബ് പറയുന്നു. ആളുകൾ പറഞ്ഞ മാതിരി ഇപ്പോൾ നമുക്കറിയാലോ, നമ്മുടെ റോഡ് വളരെ ദയനീയ അവസ്ഥയാണ്. ഞാൻ പല സമയത്തും നമ്മൾ പഞ്ചായത്തിലെ അധികാരികളോട് ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. കഴിഞ്ഞ ദിവസം ബോർഡിൽ വരെ ഞാനൊരു 4 ലോഡ് കോറി വേസ്റ്റ് ഇവിടെ ഇടാൻ ആളുകൾക്ക് വലിയ പ്രയാസമുണ്ട്. ആളുകളുടെ യാത്ര പ്രശ്നം മാത്രമല്ല, ഈ പരിസരത്തെ 5-6 കിണറിലെ വെള്ളം കുടിക്കാൻ പറ്റില്ല കഴിഞ്ഞ 2 മാസമായിട്ട്. ഇത് 2-3 വർഷമായി തുടർച്ചയായിട്ട് ഈ പ്രശ്നം നിലനിൽക്കുക. നമുക്കിത് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ വലിയൊരു ഫണ്ട് വേണം. അപ്പോൾ നമ്മൾ ഒരു വലിയ ഫണ്ടിനൊക്കെ അപേക്ഷ വെച്ചിട്ടുണ്ട്. പക്ഷേ താൽക്കാലികം ഇവിടുത്തെ ജനങ്ങൾക്ക് ഇതിൽ നടന്നു പോകാനും സ്കൂൾ കുട്ടികൾക്കും വയോജനങ്ങളും വൃദ്ധരും വലിയ ആശുപത്രി കേസുള്ള ആളുകൾക്കൊക്കെ പോകാൻ പോലും പ്രയാസമുള്ളൊരവസ്ഥയാണ്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ബോർഡിലടക്കം ഇവിടെ നമുക്കൊരു 4 ലോഡ് കോറി വേസ്റ്റ് ഇടാൻ വേണ്ടി ഒരു പെറ്റി വർക്ക് നമ്മൾ ആവശ്യപ്പെട്ടിട്ടും പഞ്ചായത്തിൻ്റെ ഭരണസമിതി അത് സംഭവിച്ചിട്ടില്ല. അപ്പോൾ പല ലക്ഷ്യങ്ങളുണ്ടാവും അവർക്ക്. ആ ജനങ്ങൾ ബുദ്ധിമുട്ടിട്ട് എന്നായിരിക്കും അവർ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത്രയും ദയനീയ അവസ്ഥ ഈ ആളുകൾ നിരന്തരം എന്നെ വിളിക്കുന്നു. ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റിന് സ്ഥലം ഒന്ന് കാണിച്ചു കൊടുത്തു. പഞ്ചായത്ത് പ്രസിഡന്റിന് ഇവിടുത്തെ ഫോട്ടോ കാണിച്ചു കൊടുത്തു. പഞ്ചായത്ത് സെക്രട്ടറി കാണിച്ചു കൊടുത്തു. വെള്ളം നിൽക്കുന്ന അവസ്ഥയൊക്കെ കാണിച്ചു കൊടുത്തു. ഇവർക്കൊന്നും ബോധ്യപ്പെടായിട്ടല്ല, പക്ഷേ എന്തോ ഒരു താല്പര്യക്കുറവിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ നീണ്ടു പോവാണ്. അപ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസത്തിലാണ്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, കഴിഞ്ഞ 2 വർഷമായിട്ട് ഈ ഒരു സ്ഥിതി നിലനിൽക്കുക. വെള്ളക്കെട്ട് പ്രശ്നത്തിന് പരിഹാരം കാണാൻ 2 വർഷം മുൻപ് ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് അനുവദിച്ചിരുന്നുവെങ്കിലും മറ്റൊരു സ്ഥലത്തെ പ്രവൃത്തി നടത്താൻ മാറ്റുകയായിരുന്നുവെന്ന് നാട്ടുകാർ ആരോപിച്ചു. റോഡിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ അടിയന്തര നടപടിയില്ലാത്ത പക്ഷം ജനകീയ പ്രക്ഷോഭവുമായി രംഗത്തിറങ്ങാനാണ് നാട്ടുകാരുടെ തീരുമാനം. ഈസ്റ്റ് ലൈവ്, എടക്കര. ഫിൽറ്റർ ചെയ്ത പരിശുദ്ധിയുള്ള കേര വെളിച്ചെണ്ണ. ഇനി ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിക്കൂ, ആരോഗ്യം സംരക്ഷിക്കൂ. കലർപ്പില്ലാത്ത പരിശുദ്ധി, കളങ്കമില്ലാത്ത നന്മ. ഫോർകോ കേര പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ്, മുസ്ലിം പള്ളിക്ക് സമീപം, ഇടിവണ്ണ.